പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഒരു മുന്തിരിത്തോട്ടം ഒരു വ്യക്തി നട്ടുപിടിപ്പിച്ചിട്ട് അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് പോവുകയും ദീർഘനാളുകൾക്ക് ശേഷം അതിൻ്റെ ഫലമെടുക്കുവാനാകുമ്പോൾ തൻ്റെ ഭൃത്യന്മാരെ അയക്കുകയും ചെയ്യുന്ന ഒരു യജമാനനെയാണ് നമ്മളിവിടെ കണ്ടുമുട്ടുക. പ്രിയപ്പെട്ടവർ, യഥാർത്ഥത്തിൽ ഈ യജമാനനെ നമുക്ക് വേണമെങ്കിൽ പിതാവായ ദൈവമായി കണക്കാക്കാം. ഭൃത്യന്മാർ പഴയ നിയമത്തിലെ പ്രവാചകന്മാരാണ്. അവരൊക്കെ പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവർ ശ്രദ്ധിക്കാത്ത കൃഷിക്കാർ. ഒടുവിൽ തൻ്റെ ഏകജാതനെ ഈശോ മിശിഹായെ ആയി നമുക്കിവിടെ കണക്കാക്കാം. അയക്കുമ്പോൾ അവനെ അവർ പ്രഹരിക്കുകയും കൊന്നുകളയുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാർ കടന്നുപോയി. ഒടുവിൽ ഈശോ മിശിഹ തൻ്റെ സ്വന്തം ശരീരത്താൽ ബലിയർപ്പിച്ചുകൊണ്ട് നമുക്ക് പാപമോചനം നൽകി, നമ്മുടെ ജീവിതത്തിന് നവീകരണം നൽകി. ഈ ബലിയർപ്പിച്ച് പാപമോചനം നൽകി നവീകരിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പുകാലം. കർത്താവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മ, ഉദ്ധാനത്തിൻ്റെ ഓർമ്മ കൂടി നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രവാചകന്മാരിലൂടെ നമ്മളോട് സംസാരിച്ച ദൈവം, തൻ്റെ പുത്രനിലൂടെ നമ്മളോട് സംസാരിച്ച ദൈവം, ഇന്ന് പരിശുദ്ധ റൂഹായിലൂടെ നമ്മളോട് സംസാരിക്കുന്ന ദൈവം എന്നും നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. മുന്തിരിത്തോട്ടത്തിലേക്ക് കടന്നു വന്ന് സ്വയം ശൂന്യമായി തീരുന്ന ആ ഒരു ഓർമ്മപ്പെടുത്തൽ, അത് മിശിഹായിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് മിശിഹായുടെ ഈ ആത്മത്യാഗത്തെ, ഈ ബലി ജീവിതത്തെ, ബലി അർപ്പണത്തെ നമുക്ക് ധ്യാനിക്കുകയും ചെയ്യാം. ഈ ധ്യാനത്തിൻ്റെ കാലമായി ഈ നോമ്പുകാലം മാറട്ടെ. ആമീൻ. നിൻ വഴിയേ നടക്ക